ജോളിയച്ചനെ പറ്റി നിങ്ങൾ അറിയണം. ജോളിയച്ചന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ജോളിയച്ചനോട് പ്രാർത്ഥിക്കണം. തീർച്ചയായും തീ പിടിച്ച ആത്മാവെന്നാണ് ഞങ്ങൾ കളിയാക്കിയിരുന്നത്. അത് കളിയായിരുന്നില്ല, അത് കാര്യമായിരുന്നു. ചില സമയത്തൊക്കെ രാത്രി 10 മണിക്ക് 11 മണിക്കൊക്കെ അച്ഛൻ കുളിച്ചാൽ ഫ്രഷായിട്ട് നിൽക്കും. അപ്പോൾ എവിടെയെങ്കിലും പോകാനാണ് വിചാരിക്കും. ഒരിടത്തും പോകാനല്ല. എന്താണ് അപ്പോൾ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ പ്രാർത്ഥനകൾ മുഴുവനും ചൊല്ലി തീർത്തിട്ടില്ല, അപ്പോൾ ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ക്ഷീണം മാറാൻ വേണ്ടിയിട്ടൊന്ന് കുളിച്ചതാണ്. എന്നിട്ട് കുളിച്ച് ഉടുത്തൊരുങ്ങി ഉടുപ്പൊക്കെ ഇട്ട് ആൾക്കാരുടെ മുമ്പിൽ പോയി നിന്ന് ചൊല്ലി തീർക്കാനുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലി വളരെ സന്തോഷത്തോടുകൂടെ ദൈവാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജോളിയച്ചനെ കാണുമ്പോൾ ആർക്കാ കൊതി തോന്നാതിരിക്കുക? പ്രിയമുള്ളവരെ, തിരുനാളുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം അച്ഛൻ്റെ ദേവാലയത്തിൽ സേവനം ചെയ്യാനായിട്ട് പോകാനിട വന്നു. അപ്പം അന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. കുർബാനയ്ക്ക് മുമ്പ് അച്ഛൻ്റെ അടുത്തൊന്ന് കുമ്പസാരിച്ചിട്ട് കുർബാനയ്ക്ക് കയറണം. ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചു, അച്ഛൻ അവിടെ ഉണ്ടാവുമോ? അച്ഛനോടനെ പറഞ്ഞു, രസം ഞാനിവിടെ ഉണ്ടാവത്തില്ല, രൂപതയിൽ ഓർഡിനേഷൻ നടക്കുകയാണ്, എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ലടോ. പക്ഷേ എങ്കിലും എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായി, തമ്പുരാൻ എനിക്ക് കുമ്പസാരിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ തമ്പുരാനോട് വെറുതെ ഇങ്ങനെ പറയുകയും എന്നാലും കുഴപ്പമില്ല എന്നുള്ള കണ്ടീഷനിൽ ഞാൻ വള്ളുവള്ളി അമലോത്ഭവ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അച്ഛനെ ഒഴുകുക. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, പോയില്ലടോ? അപ്പം അച്ഛൻ പറഞ്ഞു, ഇല്ലടാ, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഞാനൊരു 5 മിനിറ്റ് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മണിയായപ്പോൾ ഒന്ന് കിടന്നാണ്, പക്ഷേ എഴുന്നേറ്റപ്പോൾ 5 മണിയായി. ഞാൻ അച്ഛനോട് പറഞ്ഞു, എടോ എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നുമല്ല, എനിക്കൊന്ന് കുമ്പസാരിച്ചിട്ട് കുർബാനയ്ക്ക് കയറിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അച്ഛനോട് തമാശയായിട്ട് പറഞ്ഞു, കർത്താവ് തന്നെ ഉറക്കിയതാ എനിക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, കർത്താവ് ജോളിയച്ചനെ ഒരിച്ചിരി നേരത്തേക്ക് ഉറക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ഒരു പ്രാർത്ഥന നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ചു നേരത്തെ ഉറക്കത്തിലൂടെ എൻ്റെ ഒരു നിയോഗം സ്വീകരിക്കപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ എന്നേക്കുമായിട്ട് ശരീരം കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഈ അച്ഛൻ തീർച്ചയായും ഒരുപാട് പേരുടെ നിയോഗങ്ങൾ തമ്പുരാൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് അത് നിറവേറ്റി തരും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇന്നു മുതൽ ഞാൻ സകല വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ മാധ്യസ്ഥ്യം കൂടെ യാചിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാനത് പ്രാർത്ഥിക്കുക.